നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. തുടർച്ചയായ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ 2023 മാർച്ചിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരാളെ അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ ഒരു വഴിത്തിരിവാണ് ഈ അറസ്റ്റ്. സ്കോട്ട്ലൻഡിൽ രാഷ്ട്രീയ അട്ടിമറികൾക്ക് കളമൊരുക്കിക്കൊണ്ട് ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസഫിനെതിരെ കൺസർവേറ്റീവ് പാർട്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. സ്കോട്ടിഷ് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്ന് ഭരണകക്ഷിയുടെ സഖ്യകക്ഷിയായിരുന്ന സ്കോട്ടിഷ് ഗ്രീൻസ് പ്രഖ്യാപിച്ചതോടെ ഹംസ യൂസഫിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. ഗാസയിലെ ഇസ്രായേലിന്റെ വംശഹത്യയെ അപലപിച്ച് പാലസ്തീനികൾക്കുള്ള പിന്തുണ ഉറപ്പിച്ച് പാക് വിദ്യാഭ്യാസ പ്രവർത്തകയും നൊബേൽ ജേതാവുമായ മലാല യൂസഫ്സായി. എക്സിലൂടെയായിരുന്നു മലാലയുടെ പ്രതികരണം. യുഎഇയിലെ ആദ്യ വെർട്ടിപ്പോർട്ടിന് പ്രവർത്തനാനുമതി. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് അനുമതി നൽകിയത്. ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രശസ്ത ഹോളിവുഡ് നിർമ്മാതാവായ ഹാർവി വെയിൻസ്റ്റീന്റെ ശിക്ഷ ന്യൂയോർക്ക് അപ്പീൽ കോടതി റദ്ദാക്കി. ലോകം എമ്പാടുമുള്ള മീടു ആരോപണങ്ങളിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ കേസായിരുന്നു ഹാർവി വെയിൻസ്റ്റീന്റേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമായ ഇന്ന് കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. കേരളത്തിലും രാജസ്ഥാനിലും മണിപ്പൂരിലും രണ്ടാം ഘട്ടത്തോടെ വോട്ടെടുപ്പ് പൂർത്തിയാകും. മണിപ്പൂരിൽ നടന്ന അക്രമ സംഭവത്തിനിടയിൽ വ്യാപകമായി മനുഷ്യാവകാശ ലംഘനം നടന്നുവെന്ന അമേരിക്കയുടെ റിപ്പോർട്ടിനെ വിമർശിച്ച് ഇന്ത്യ. അമേരിക്കയുടെ റിപ്പോർട്ട് മുൻവിധിയോടെയുള്ളതാണ് എന്നും മണിപ്പൂരിൽ മനുഷ്യാവകാശ ലംഘനം നടന്ന വിഷയം ഉണ്ടായിട്ടില്ല എന്നും ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ രാവിലെ 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു. രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 35 റൺസിനാണ് തോൽപ്പിച്ചത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക.